ഹായ് ഗായ്സ്, അങ്ങനെ സയ്യാറെ മൂവി കണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സിനിമ പറയുകയാണെങ്കിൽ സത്യം പറയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഒരു രീതിയാണ് ഈ സിനിമ. അതായത് ചില ഹിന്ദിക്കാരൊക്കെ മരിക്കാണ് സിനിമ കണ്ട്. ചില പെണ്ണൊക്കെ കിടന്ന് കാണിക്കണം, കിടന്ന് പെടയ്ക്കാണ് കിടന്ന് ഒരുമാതിരി ഏതോ ആസ്മൊക്കെ പിടിച്ച പോലെ കിടന്ന് കാണിക്കണം. അപ്പം അതൊക്കെ കണ്ട് ഇത് എന്താ സംഭവം എന്നാൽ ഞാൻ ഇത് അറിഞ്ഞും കൂടി ഇങ്ങനത്തെ സിനിമ ഉണ്ടെന്ന് വരുമ്പോൾ ഇത്രയും കളക്ഷൻ കിട്ടി എന്നൊക്കെ 65 കളക്ഷൻ 55 അങ്ങനെയൊക്കെ കയറുന്നതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ട്രെയിലറിന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാനേ മൂടില്ല. പിന്നെ ആഷിഖ് 2 അങ്ങനെ ഏക്കില്ല അതിനൊക്കെ ഡയറക്ഷൻ ആണെന്നൊക്കെ ആ ഒരു മൈൻഡിൽ നല്ലതായിരിക്കും. പിന്നല്ല എനിക്ക് ലവ് സ്റ്റോറി സിനിമകൾ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ലവ് സ്റ്റോറിയൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പം പ്രണയം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേ ആ ഒരു ഫ്ലോയെ പോയി എടുക്കണം. അപ്പോഴാണ് ഇങ്ങനത്തെ സിനിമകൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പോയി കണ്ടു. സത്യം പറയാലോ, എനിക്ക് തീരെ പിടിച്ചില്ല സിനിമ. സത്യം പറയാം, എനിക്ക് ഉള്ളത് പറയാല്ല. ഈ ആഷിക് 2 പറയുകയാണെങ്കിൽ ആഷിക് 2 എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതുണ്ട്. അതായത് ലവ് സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരു ഗായകൻ എന്ന നിലയ്ക്ക് പുള്ളിയുടെ ശബ്ദം, അതായത് പുള്ളി ഒരു മദ്യം കഴിച്ച് ആ ഒരു ഒരു ഡെത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ പാട്ടുകളാണെങ്കിൽ ഒക്കെ ഒരു ഇതുണ്ട്. അതായത് പാട്ട് പാടുന്ന ആ ഒരു പുള്ളി പാടുന്ന പാട്ടിന് ആ ഒരു ഫീല്, അതായത് അതിലത്തെ പാട്ടുകൾ നമുക്ക് തന്നെ നമ്മൾ ആ ഒരു പാട്ടിന് അഡിക്റ്റാണ്. കുറേ തവണ കേട്ടിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ആ പുള്ളിയുടെ പാട്ട് കാരണം പുള്ളിക്ക് നല്ല ഫാൻസും അത്ര ഇതൊക്കെ ഉണ്ട്. ഈ സിനിമയ്ക്ക് വരുമ്പോൾ ഇതിലത്തെ പാട്ടുകൾ ഈ നമ്മൾ വഴി പോണ ഭായിമാരി സ്പീക്കറുമായി പാട്ട് വെച്ച് പോകില്ലേ, അതാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് എനിക്ക് തോന്നിയത്. എനിക്കാണെങ്കിൽ പാട്ടൊന്ന് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. കഴിയണമില്ല, അത് ഇങ്ങനെ നീണ്ടിക്കൊണ്ട് പോവാണ്. ഒരുമാതിരി പടമായിരുന്നാലും ദൈവമേ, ആ പാട്ടാണെങ്കിൽ കഴിയണമില്ല. ഇത് അതിനിടയ്ക്ക് ഇവൻ്റെ ഈ ഓഞ്ഞ പാട്ട് കേട്ട് കുറേ എണ്ണം തുള്ളാനും ഇവൻ വലിയ ഗായകനാണെന്നും അത് കണ്ട് ഒരു പെണ്ണ് വീഴാനോ, അയ്യോ എന്തൊക്കെയാണിത്. ഇത് ലവ് സ്റ്റോറി. എനിക്ക് ലവ് സ്റ്റോറി ഹോട്ട് എനിക്ക് തോന്നി ഒരുമാതിരി ഒരുമാതിരി വക സാധനം പോലെയാണ് എനിക്ക് തോന്നി. ഒരുമാതിരി എനിക്ക് കണ്ടിട്ട് എനിക്ക് പൊളിഞ്ഞ് സത്യം പറയാലോ. ഞാൻ അടുത്ത് നിൽക്കണവർക്ക് നോക്കായിരുന്നു അവൻ കരയണുണ്ടോ. അങ്ങനെ കരയണെങ്കിൽ ഞാൻ ഇട്ട് പോയാനെ. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു, അതായത് ഒന്നാമത് ഹിന്ദിക്കാരുടെ സിനിമകൾ ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചത്ത് വീഴും, മലന്നടിച്ച് വീഴും. പെണ്ണെന്ന് അപ്പനെ മലന്നടിച്ച് വീഴും, ആ ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇങ്ങനത്തെ സിനിമ ഇറങ്ങിയ തീരുമാനമായി. ഇതൊക്കെ വെച്ചാൽ ഇപ്പം നമ്മുടെ പണ്ട് ഹിന്ദിക്കാർ അല്ലെങ്കിൽ അങ്ങനെ തമിഴ് അങ്ങനെയൊക്കെ പറയാം. ഇതിപ്പോൾ കേരളം മൊത്തത്തിൽ വാഴകളാണ് ഇപ്പോൾ മൊത്തം, അറിയാലോ നമുക്ക്. ആ സ്ഥിതിക്ക് ഇങ്ങനത്തെ സിനിമ കൂടെ ഇറങ്ങി പ്രേമിക്കണവരൊക്കെ ഈ സിനിമ കണ്ടാലേ ചത്ത് മലന്ന് കിടക്കും. ആ ഒരു അവസ്ഥയാണ്, വാഴകളാണ് മൊത്തം. എന്നിരുന്ന് എനിക്ക് ലവ് സ്റ്റോറി സിനിമകളും അതുപോലെ തന്നെ പ്രണയത്തിനെ കുറിച്ച് എനിക്ക് അങ്ങനെ എതിർപ്പൊന്നുള്ളതല്ല. എനിക്ക് ലവ് സ്റ്റോറി സിനിമകൾ എന്തോ ഇഷ്ടമാണെന്ന് അറിയോ? 96, അതുപോലെ തന്നെ ഏതാണ് സൂര്യയുടെ പടങ്ങൾ, വിജയുടെ പടങ്ങൾ, വിജയുടെ മറ്റേ ലവ് വൺ സൈഡ് ലവ് ആയിട്ട് പറയുന്ന സിനിമകൾ, അതൊക്കെ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ? എനിക്ക് കുറേ പടങ്ങൾ ഇഷ്ടമാണ് വിജയുടെ, അതായത് ലവ് സ്റ്റോറി. പിന്നെ എത്ര ഹിന്ദിയിൽ തന്നെ ഉണ്ട് ഇഷ്ടമുള്ള ലവ് സ്റ്റോറി. പക്ഷേ ഈ പടം ശരിക്കും ഒരു ഭ്രാന്താലയം പോലെ എനിക്ക് തോന്നി. ഇവനൊക്കെ ഒരു കഴപ്പാണ് സത്യം പറയാൻ. ഈ കഥാപാത്രത്തിൽ നോക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് പോയെന്ന് ചെറുക്കനൊക്കെ പിടിച്ച് എന്തിനാ ഭ്രാന്തൊക്കെയാണ് വെറുതെ. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ ബോയ്സ് ഇല്ലേ, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ശരിക്കും പറഞ്ഞാൽ കുറേ ഇതുണ്ട്. അതായത് കുറേ ലോകം, അതായത് നമ്മൾ ഈ ഇങ്ങനത്തെ സിനിമ കണ്ട് ഇതിലോട്ട് വീണ് നമ്മൾ ചർച്ച, നമുക്ക് വേറെ ലോകവുമില്ല ശരിക്കും. F1 ഞാൻ പറയുന്നത് F1 മൂവി, ആ സിനിമ കാണും. ഈ ലവ് സ്റ്റോറി കണ്ടവരൊക്കെ ഈ സിനിമ പോയി കണ്ടവരൊന്നും F1 സിനിമ കണ്ടിട്ടില്ല. ആ സിനിമയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം. അതായത് ഇനി ലൈഫ് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്തിയാൽ പോരെ, ഇനിയും പോകണം എന്നൊരു മൈൻഡ് വരും. സത്യമായിട്ട് F1 പോലത്തെ സിനിമകൾ എനിക്ക് ആ സിനിമ തിയേറ്റർ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ആ സിനിമ കണ്ടതല്ലേ അതൊക്കെയാണ് പണം. അതൊക്കെ ചില സിനിമകൾ, അതുപോലെ സൂര്യയുടെ മറ്റേ സിനിമ, അതുപോലെ തന്നെ കുറേ സിനിമകളുണ്ട്. ചില സിനിമ കണ്ടാൽ നമുക്ക് തോന്നും. ഇപ്പോൾ 96 തന്നെ കണ്ടാൽ നമുക്ക് തോന്നും നമുക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, പോയി എന്ന് കരുതി ഇങ്ങനെ നടന്നാൽ പോരാ, ഈ ഒരു ക്യാരക്ടറിനെ പോലെ ഒന്ന് ആസ്വദിച്ച് നടക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും.
ഇതൊരുമാതിരി ശ്വാസം മുട്ടുപാടം എൻ്റെ ദൈവമേ. ഇത് എനിക്ക് കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് കലി കയറി വരാതെ ഒരുമാതിരി വളിഞ്ഞ പടം. സത്യം എനിക്ക് തീരെ പിടിച്ചില്ല. ആക്ടറിന് അവരുടെ ആക്ടറിനൊക്കെ ആണെങ്കിൽ അതെനിക്ക് ഓക്കെ ആയിരുന്നു. അവർ നല്ലോണം നല്ല രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അലമ്പാക്കൊന്നും നല്ല രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് അവർ. നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ സിനിമ കണ്ട് ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് കാണണം, കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയാം. എനിക്കെന്തായാലും ഈ സിനിമ തീരെ പിടിച്ചില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോന്നാൽ മതി എന്നായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഓരോ ഭാഗങ്ങളും ചില ഒരു സീനുണ്ട് കത്തിക്ക് പിടിച്ചിട്ട് എൻ്റെ ദൈവമേ. എന്തിനാ വെറുതെ നമ്മളെ കൂടെ വെറുതെ ഈ ഒരു ഇവരുടെ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്കൊന്നും അത് തൊട്ടപ്പുറത്ത് നമ്മൾ കൂട്ടുകാരുടെ പ്രണയത്തിൻ്റെ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ എന്തിനാ വെറുതെ ഇവനൊക്കെ വായി പിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ചെറുപ്പത്തിലൊക്കെ തോന്നുന്നു. അതുപോലെയാണ് ഈ സിനിമയിൽ ഇവരുടെ പ്രണയം കണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താ കിട്ടണമെന്ന് പറഞ്ഞല്ലോ. ലൈഫൊക്കെ ഇങ്ങനത്തെ സിനിമകൾ പറഞ്ഞാൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റൂല. ചിലവർ ഇതിനകത്ത് വീണ് പോകും, അറിയാമോ? ഇതിനകത്ത് വീണ് ചിലപ്പോൾ പ്രണയം പോയി കിടക്കാനായിക്കത് കാണണമെങ്കിൽ ഇപ്പോൾ വീട് അവൻ ആത്മഹത്യക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവനിനി അവൾ തന്നെ വേണം, എന്തെങ്കിലും ചെയ്ത് കൂട്ടും. എന്ത് ചെയ്യാനാ? ഞാനൊക്കെ ഈ കിടത്തുള്ളത് പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ടാൽ ചിലവർ എന്നെ ഇപ്പം ഈ വീഡിയോ ഇട്ട് ചിലപ്പോൾ എൻ്റെ ചാനൽ എനിക്കറിയാം, എനിക്ക് തന്നെ അറിയാം. ഞാൻ നോർമലി ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ കൂട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ കണ്ടതിന് അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ചാനൽ ഇത്രയും നാളെ 2-3 വർഷം ഇതുവരെയായിട്ട് സബ്സ്ക്രൈബർ ഉണ്ടായി. എനിക്ക് ആ കാര്യത്തിൽ ഒരു വിഷമമൊന്നുമില്ല. എപ്പോഴെങ്കിലും കയറട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കണം. അപ്പം ഞാൻ പറഞ്ഞ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ വല്ല കമൻറ്റ് ലൈക്ക് അത് കിട്ടുമെന്നുണ്ട് എനിക്ക് ഓക്കെയാണ്. എനിക്കതും എന്തെങ്കിലും സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പറയാം. ഇനി നിങ്ങളെന്തായാലും പോയി കാണണമെന്ന് ആഗ്രഹമുള്ളവർ. ഞാൻ കാരണം കാണാണ്ടിരിക്കണ്ട, ഞാൻ കാണാതിരിക്കുന്നില്ല. എന്തായാലും ബൈ.